കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു 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 പ്രത്യേക ശൈലി കൊണ്ടുവന്ന അല്ലെങ്കിൽ മറ്റു പലരും ഉണ്ടായേക്കാണെങ്കിൽ പോലും ഒരു പ്രത്യേക ശൈലി ഏറ്റവും നന്നായി ഇംപ്ലിമെന്റ് ചെയ്തെടുത്ത ഒരാളായിട്ടാണ് കെ ബാബുവിനെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതിന് പിന്നീട് ആ ശൈലിയെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിനകത്ത് ആളുണ്ടായിട്ടുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് നിന്നുള്ള പല MLA-മാരും ഒരു കെ ബാബു ശൈലിയാണ് ലെഫ്റ്റ് ഇടതു MLA-മാര് കെ ബാബു ശൈലിയാണ് സ്വീകരിക്കുന്നത്. ഞാനൊരു സ്ഥലത്ത് എഴുതി കണ്ടു. ഞാൻ പറഞ്ഞത് ആ മണ്ഡലത്തിലെ എല്ലാ മനുഷ്യരുടെയും നിത്യജീവിതത്തിൽ ഇടപെടുന്ന ഒരാളായിട്ട് കെ ബാബു മാറുകയാണ്. അപ്പൊ ആ ശൈലിയോടൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ കല്യാണത്തിന്, വീടിന്റെ ഗൃഹപ്രവേശനത്തിന്, മറ്റ് ആ എല്ലാ കാര്യങ്ങൾക്കും എത്തുന്ന ഒരാളെ, ഒരു തൃപ്പൂണിത്തുറക്കാരൻ മറ്റു ഏതെങ്കിലും ജില്ലകളിൽ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് പോലും പോകുന്ന ഒരു കെ ബാബു വിളിച്ചാലും ഒരുപക്ഷെ ക്ഷണക്കത്ത് കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ പോലും തൃപ്പൂണിത്തറയിലെ ഓരോ മനുഷ്യരുടെയും നിത്യജീവിതത്തിൽ ഇടപെടുന്ന അവരുടെ വിശേഷങ്ങൾ ഉണ്ടാവുന്ന എല്ലാ കാര്യത്തിലും വരുന്ന ഒരാളായിട്ട് കെ ബാബു മാറുന്നുണ്ട്. ഇപ്പോൾ തൃപ്പൂണിത്തറയിൽ നിന്ന് വീട് വിറ്റ് തിരുവനന്തപുരത്ത് പോയി വീട് വാങ്ങിച്ച തൃപ്പൂണിത്തറക്കാരുടെ വീട്ടിലും കല്യാണത്തിന് എത്തുന്ന ഒരാളായിട്ട് കെ ബാബുവിനെ പലരും പറയാറുണ്ട്. ചിലപ്പോൾ നടന്ന കാര്യം ആയിരിക്കണം എന്നില്ല, പക്ഷേ കെ ബാബുവിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കാറുള്ളത്. അപ്പൊ ആ കെ ബാബു എന്ന് പറയുന്ന ഒരു വലിയ ഒരു സ്റ്റാച്ചർ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ആണ് LDF-ന്റെ സ്ഥാനാർത്ഥിക്കാണെങ്കിലും UDF-ന്റെ സ്ഥാനാർത്ഥിക്കാണെങ്കിലും BJP-യുടെ സ്ഥാനാർത്ഥിക്കാണെങ്കിലും ഏറ്റുമുട്ടേണ്ടി വരിക.